നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആറാട്ട്. നിർത്ത എവിടുത്തെ ഗോപൻ സ്വാമി? നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരക്കാരാണോ? നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ആ സ്ഥലപ്പേരെന്ന് പറഞ്ഞേ? ആറാലുമൂട്. ആറാലുമൂട് നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് എത്ര ദൂരമുണ്ട്? വലിയ ദൂരം, 4.5 കിലോമീറ്റർ. പിന്നെ എന്തിനാ നിങ്ങൾ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്? നിങ്ങൾ മാധ്യമ പ്രവർത്തകരെല്ലാവരും നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്നത് അതൊരു സിനിമയിലെ ഒരു കഥാപാത്രം വെച്ച് കളിയാക്കാൻ വേണ്ടിയിട്ടില്ലേ? ആണ്. കാരണം എന്ത് ആറാലുമൂട് ഗോപൻ സ്വാമി എന്ന് പറയാതെ നിങ്ങൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയാൻ എന്താ കാര്യം? അത് നെയ്യാറ്റിൻകര അറിയപ്പെടുന്ന സ്ഥലമായതുകൊണ്ടാണ്? അല്ല, ആയിരിക്കാം. ആണ്. ശരി, നെയ്യാറ്റിൻകര ആണ് എല്ലാവരും അറിയപ്പെടുന്നത്. ആറാലുമൂട് ആരും അറിയത്തില്ല. നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോഴത്തേക്ക് അറിയപ്പെടുന്ന സ്ഥലമാണ്. ശരി, ഈ ആറാലുമൂട് നിന്ന് 2.5 കിലോമീറ്റർ പോയ വേറെ സ്ഥലമുണ്ട്, ബാലരാമപുരം. അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ. എന്നാൽ പിന്നെ അത് നല്ല 2.5 കിലോമീറ്റർ അടുപ്പമുള്ള സ്ഥലം പറഞ്ഞാൽ പോരെ? അത് പറയാതെ എന്തുകൊണ്ട് നെയ്യാറ്റിൻകര പറയുന്നു? അപ്പോൾ അപഹസിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി അല്ലേ? മറ്റൊരു സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തെ ആ സിനിമ പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ സിനിമ പൊളിഞ്ഞു എന്നാണ് പറയുന്നത്. സിനിമ ഉണ്ണിയുടെ സിനിമയാണ്, ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമയാണ്. ആ സിനിമ പൊട്ടി എന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറേ തള്ളിസ്റ്റുകൾ പറയുന്നത്. മോഹൻലാലിൻ്റെ സിനിമകളെല്ലാം പൊട്ടുവാണല്ലോ. മോഹൻലാലിൻ്റെ ഒരു സിനിമ വിജയിച്ചിട്ട് എത്ര വർഷമായി ഇവർ പറയുന്നത്? 30 വർഷമായി. മറ്റേ നമ്മുടെ ഹാഷിഷ് ടീമൊക്കെ പറയുന്ന പോലെ 30 വർഷം മുമ്പേ ഔട്ടായ നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത് പോലെ ആ സിനിമയായിട്ട് കമ്പയർ ചെയ്ത് ഈ ഗോപൻ എന്ന് പറയുന്ന മനുഷ്യനെ ആക്ഷേപിക്കാൻ പറ്റി നിങ്ങൾ മനഃപൂർവ്വം മാധ്യമപ്രവർത്തകർ പറയുന്നതാണ് ആറാലുമൂടുകാരനെ നെയ്യാറ്റിൻകരക്കാരനാക്കി. 5 കിലോമീറ്റർ അടുത്തുള്ള നെയ്യാറ്റിൻകര, എന്നാൽ 2.5 കിലോമീറ്റർ അടുപ്പമുള്ള ബാലരാമപുരം പറയത്തില്ല. തിരുവനന്തപുരക്കാരിയല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആറാലുമൂട്ടിൽ നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് 5 കിലോമീറ്ററും ബാലരാമപുരത്തേക്ക് 2.5 കിലോമീറ്ററും ഉള്ളൂ. അപ്പം നെയ്യാറ്റിൻകര ഗോപൻ എന്നുള്ള മറ്റേ ക്യാരക്ടറുമായി ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി ബാക്കി പറ. അപ്പോൾ ഗോപൻ സ്വാമിയുടെ മരണം ഇപ്പൊ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ട്, കാലിൽ മുറിവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഈ തലയിലൊരു മുറിവ് അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. മുറിവല്ല, തലയിലൊരു കരുവാളിച്ച പാടുണ്ട്. പിന്നെ ആന്തരിക അവയവങ്ങളുടെ ഒക്കെ റിസൾട്ട് പെട്ടെന്ന് വേണമെന്ന് ഇപ്പോൾ പോലീസ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു. എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ അത് വേണം എന്ന് പോലീസ് എന്തെങ്കിലും സംശയം അതിലുള്ളത് കൊണ്ടാണോ? സംശയം അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ആർക്കാണ് ഇത് സ്വാഭാവിക മരണമാണ് എന്ന് അറിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുന്ന ആർക്കാ? അവിടുത്തെ നാട്ടുകാർക്കായിരിക്കും. കാരണം അവരാണ്. കാലിൽ മുറിവുണ്ടെന്ന് പറയുന്നു. കാലിൽ മുറിവുണ്ടാവുന്നത് നഖം വെട്ടുമ്പോൾ കാല് മുറിഞ്ഞൂടെ? നഖം വെട്ടിയാലും കാല് മുറിയാം. കാല് തട്ടി പോകുന്ന വഴിക്ക് കല്ലേൽ എൻ്റെ കാല് തട്ടി എന്ന് പറഞ്ഞ് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. ഹൃദയാഘാതം ഉണ്ടാവുന്നതിന് അത് സ്വാഭാവികമല്ലേ? ഒരു മനുഷ്യന് ഹൃദയാഘാതം ഉണ്ടായിക്കൂടെ? പല കാരണങ്ങളാൽ ഉണ്ടാവാം അല്ലേ? ഇപ്പോൾ ഒരു മരണം സംഭവിക്കാൻ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ, ഇവിടുത്തെ ഒരു പറ്റം ആളുകൾ മുഴുവൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് എന്താണ്? ഇത് കൊലപാതകമാണ്, വരും, ഈ കുടുംബം കുടുങ്ങും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ സ്വാഭാവിക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് തളർന്നു. അടുത്തത് അത് തീർന്നില്ല, 2 പരിശോധന കൂടെ വരാനുണ്ട്. അന്തരാവയവങ്ങളുടെ സാമ്പിൾ പരിശോധിക്കുമ്പോൾ വിഷം ചെന്നതാണോ എന്ന് അറിയാൻ പറ്റും. അത് കാത്തിരുന്നിട്ട് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു, കാലിലൊരു മുറിവുണ്ട്. ഞാൻ ഒരു ഷീബ എന്ന മറ്റോ പേരുള്ള ഒരു ഫോറൻസിക് വിദഗ്ധ, എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലാണോ ഏത് ചാനലാണെന്ന് മറന്നുപോയി, പറയുന്നുണ്ടായിരുന്നു അത് ചില കരുവാളിച്ച പാടുകളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആവേശഭരിതയായ ഒരു ചാനൽ ജഡ്ജി ചോദിക്കുകയാണ്, പോസ്റ്റ്മോർട്ടത്തിൽ അങ്ങനെയാണെങ്കിലും ശരീരത്തിൽ പാടുണ്ടല്ലോ. പറഞ്ഞു 4 ദിവസം കഴിഞ്ഞല്ലേ ബോഡി എടുത്തത്. 4 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും ഡീകളറേഷൻ ഉണ്ടാവും, നമ്മുടെ തൊലിക്ക് നിറം മാറും. അപ്പോൾ അതാണ് കരുവാളിച്ച് കാണുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നല്ല ശ്രമം നടന്നു. ചീറ്റിപ്പോയി. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളെ അങ്ങ് വല്ലാതെ ഇകഴ്ത്തുക, പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസപ്രകാരം അയാൾ സമാധിയായി എന്ന് പറയുന്നതിലുള്ളൊരു അസഹിഷ്ണുത. സമാധിയോ? ഈ 21-ാം നൂറ്റാണ്ടിൽ സമാധി ആയിക്കൂടെ? ഇത് കണ്ടായിരുന്നോ? BBC കാണിച്ചൊരു വീഡിയോ ഉണ്ട്. കുംഭമേളയ്ക്ക് വന്നിരിക്കുന്ന ഒരു സന്യാസി അഗ്നിസ്നാനം നടത്തുന്നു. തീ ഇങ്ങനെ കിടന്നിട്ട് ദേഹം മുഴുവൻ തീക്കകത്തൂടെ അദ്ദേഹം കിടക്കുകയാണ്, അഗ്നിസ്നാനം. BBC കാണിച്ചിട്ട് BBC കണ്ടു തള്ളിപ്പോയി. 2 ദിവസം മലയാളത്തിലെ മാധ്യമങ്ങൾ കാണിക്കത്തില്ല, പത്രത്തിൽ വരത്തില്ല, ചാനലിൽ വരത്തില്ല, സോഷ്യൽ മീഡിയയിലുണ്ട്. ബാബ അഗ്നിസ്നാനം നടത്തുന്നുള്ള വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഹിമാലയ സാനുക്കളിൽ
ഒരു വസ്ത്രം പോലുമില്ലാതെ ശൈത്യമുള്ള ഗ്ലേഷ്യറുകളിൽ സന്യാസിമാർ താമസിക്കുന്നുണ്ട്. മനുഷ്യൻ ഉറഞ്ഞു മരിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചില സിദ്ധികളൊക്കെ ഇന്ത്യയിലെ ഋഷി പരമ്പരവർക്കും യോഗ സിദ്ധിയുള്ളവർക്കൊക്കെ സാധിക്കാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഗോപൻ സ്വാമിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അയാൾക്ക് സമാധിയാവണമെന്ന് ആഗ്രഹിച്ചാൽ സമാധിയാകാനുള്ള അവകാശം അയാൾക്കുണ്ട്. അത് കൊലപാതകമല്ലല്ലോ. ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ കുറ്റകരമായിരുന്നു അല്ലേ? ഓരോരുത്തർ ചാവാൻ വേണ്ടിയിട്ട് ഫാനെ കെട്ടിത്തോക്കും. അപ്പോൾ ഫാൻ ഒടിഞ്ഞു വീണ് അവൻ്റെ നടു ഒടിഞ്ഞു വീണ് നടക്കും. അതിൻ്റെ കൂടെ പോലീസ് കേസ് കൊടുക്കും. ജയിലിൽ പോകണമായിരുന്നു മുമ്പ്. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യ കുറ്റമല്ല. ഒരാൾക്ക് സ്വമേധയാ ആത്മഹത്യ ചെയ്യാം. ശിക്ഷിക്കരുത്. അയാൾ ജീവിതം അവസാനിപ്പിക്കുകയാണ്. മറ്റാരുടെയും സഹായമില്ലാതെ സ്വമേധയാ ആത്മഹത്യ ചെയ്യുന്ന കുറ്റമൊന്നുമല്ല. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കുറ്റമാണ് കേട്ടോ. ഒരാളെ പീഡിപ്പിച്ചോ നിർബന്ധിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ നീ തൂങ്ങിച്ചാകും, അല്ല നിന്നെ ശരിയാക്കും, നിൻ്റെ മക്കളെ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യിപ്പിച്ച കുറ്റമാണ്. അത് അവിടെ കിടക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാലിലൊരു മുറിവുണ്ട് അല്ലേ? പിന്നെന്താണ്, ഹാർട്ട് അറ്റാക്ക് വന്നു. എന്താ, ശ്വാസകോശത്തിൽ ഭസ്മം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഉണ്ടാവട്ടെ. കാരണം അദ്ദേഹം സമാധിയിലിരുന്നു, കഴുത്ത് വരെ ഭസ്മം ഇട്ട് മൂടി. അപ്പോൾ സ്വാഭാവികമായ ഭസ്മം പറന്നൊക്കെ കയറുന്നേ. എന്താ പ്രശ്നം? ഇതിൽ ചില ആളുകൾ പറഞ്ഞുകൊണ്ടാക്കുന്നത് ഇവരുടെ ഒരു കാസ്റ്റ് എന്ന് പറയുന്നത് ഹിന്ദു നാടാർ വിഭാഗമാണ്. അത് ഈ തിരുവനന്തപുരത്തിന് ഇപ്പുറം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഈ കാഞ്ഞിരംകുളം, പാറശാല, ഈ ആറാലുമൂട് ഭാഗത്തൊക്കെ, പിന്നെ ഈ നെയ്യാറ്റിൻകരയുടെ ചെന്ന ചില ഭാഗങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് ഹിന്ദു നാടാർ വിഭാഗം എന്ന് പറയുന്നത്. അവർക്ക് ഹിന്ദുവിൻ്റെ എല്ലാ ആചാരങ്ങളെയും വലിയ രീതിയിൽ, നമ്മളെക്കാളും കൂടുതൽ പിന്നെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊരു ആൾ ദൈവം ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന നാടകമാണ്. അങ്ങനെയൊന്നുമല്ല. നാടാർ സമുദായത്തെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. നാടാർ സമുദായം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മത സനാതന വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു സമുദായമാണ് നാടാർ ഹിന്ദുക്കൾ. നാടാർ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് നാടാർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നത ശീർഷനായ ഒരു സന്യാസി ആയിരുന്നു വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തെ കേരളം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ശ്രീനാരായണ ഗുരുദേവന് പോലും ചില കാര്യങ്ങളിലൊക്കെ പ്രചോദനമായിട്ടുണ്ട് വൈകുണ്ഠസ്വാമികളെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, സബ്ജക്റ്റ് ടു കറക്ഷൻ. തെറ്റാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തിരുത്തട്ടെ. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ ഒരു വലിയ ആചാര്യനായിരുന്നു കേരളത്തിൽ. പക്ഷേ അദ്ദേഹത്തെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ, ഗുരുദേവന് സംഭവിച്ചതുപോലെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആചാര്യനായി ചുരുക്കി പിന്നീട് സംഭവിക്കുന്ന ഈ നാടാർ സമുദായത്തിൽ വലിയ തോതിൽ മതപരിവർത്തനം നടന്നു. മതം മാറി നാടാർ സമുദായത്തിലെ ഏതാണ്ട് മിക്കവാറും ആളുകളൊക്കെ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു, കൺവെർഷന് വിധേയമായി. എന്നാൽ പോലും ഇപ്പോഴും രേഖയിലൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഹിന്ദു എന്നാണ് കാണുന്നത്. പക്ഷേ ഇങ്ങനെ മതം മാറിപ്പോയ ആളുകൾക്ക് അവരുടെ മാതൃ സമുദായമായ അല്ലെങ്കിൽ മാതൃമതമായ ഹിന്ദു മതത്തോട് നല്ല ദേഷ്യമുണ്ട്. ബാക്കി അവശേഷിക്കുന്ന നാടാർ സമുദായത്തിൽ നല്ല ശതമാനം മതം മാറിപ്പോയെന്നാണ് എൻ്റെ അറിവ്. ബാക്കി അവശേഷിക്കുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട നാടാർമാരോട് ഇവർക്ക് ഭയങ്കര നീരസമാണ്. കാരണം അവരുടെ ഈ മതപരിവർത്തന ലോബിയുടെ ഭാഗമായി അവരെ കൂടി ഇങ്ങോട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് ശഠിക്കുന്ന ആളുകൾ നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ട്. പക്ഷേ ഈ കുടുംബത്തിൽ ഇപ്പോൾ ഗോപൻ എന്ന് പറയുന്ന ഗോപൻ സ്വാമി, അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളെല്ലാം ക്രിസ്ത്യൻ നാടാരാണ്. ഇവരെ കൂടി അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ചുറ്റുവട്ടത്തുള്ളവരിലും നല്ല ശതമാനം ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അതുകൂടാതെ അദ്ദേഹം അവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു നാഗപ്രതിഷ്ഠ നടത്തി. നാഗപ്രതിഷ്ഠ തൊട്ടടുത്ത് നടന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള ഭൂമി, ഏക്കർ കണക്കിന് ഭൂമിയുണ്ടത്രേ. ഈ ഭൂമി പാർപ്പിട സമുച്ചയമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വിൽക്കാനിരുന്നതാണ്. പക്ഷേ മറിച്ച് വിൽക്കാൻ വേണ്ടി പ്ലോട്ടുകളായിട്ട് വിൽക്കാനും ഒക്കെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ കുറേ പേര് വാങ്ങിയ ഭൂമിയാണ്. പക്ഷേ തൊട്ടടുത്തൊരു സർപ്പക്കാവ് വന്നപ്പോൾ ഇത് പറ്റിയതറിയാമോ? ആ ഭൂമി വാങ്ങാൻ ആളില്ലാതായി. അങ്ങനെ അവിടുത്തെ വസ്തുവുള്ള ആളുകൾ ഈ സർപ്പക്കാവ് മാറ്റണം എന്നാവശ്യപ്പെട്ട് കോടതി പോയി. പക്ഷേ കോടതി ഇന്നൊരു നടപടി ഉണ്ടായില്ല. സ്വന്തം സ്ഥലത്ത് ഗോവന് ഒരു സർപ്പക്കാവ് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ സർപ്പക്കാവ് ഉണ്ടാക്കും. ഇങ്ങനെ പിന്നെ ആ അമ്പലമുണ്ട്, അമ്പലത്തിലേക്ക് ഒരു വഴി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പരിസരവാസികൾക്ക് പ്രശ്നമാണ്. അങ്ങനെ നിരന്തരം അവിടെ ഹിന്ദു വിശ്വാസപ്രകാരമായ ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കി സർപ്പക്കാവ് വെച്ച് ക്രിസ്ത്യാനിയാവാതെ കഴിയുന്ന ഗോപൻ്റെ ഫാമിലിയോട് നീരസം സമീപവാസികൾക്കുണ്ടായിരുന്നു. അത് നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ നോക്കിയേ, സാധാരണ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്ന സുഡാപ്പികളായിരുന്നു. ഈ കാര്യത്തിൽ അവർ കാര്യമായി ഒന്നും പറയുന്നില്ല. അവർക്കെന്ത് കാര്യം, ആരെങ്കിലും സ്വാമിയാവുക സ്വാമിയാവാതിരിക്കട്ടെയോ എന്ന ലൈനിൽ ഈ സുഡാപ്പി വിഭാഗം അങ്ങ് മാറി നിൽക്കുക. പരിസരവാസിയായ ഒരു സുഡാപ്പി, ഒരു മുസ്ലിം വന്ന് സംസാരിച്ചു എന്ന് ഒഴിച്ചാൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ വ്യാപകമായി ഗോപൻ സ്വാമിക്കും സമാധിക്കെതിരെയും ബഹളം വെച്ചത് കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ
ഈ നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരോട് അനുഭാവമുള്ള ആളുകളാണ്. അപ്പോൾ ഇവർക്ക് അങ്ങനൊരു ദേഷ്യമുണ്ട്. മാത്രവുമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോപൻ വെറും ഗോപനായിരുന്ന കാലത്ത് അദ്ദേഹം അവിടെ നാട്ടിലൊരു യാറാലമ്മൂട്ടിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അതിൽ ഇദ്ദേഹം പ്രതിയായിരുന്നു. 2 മതക്കാർ, ഞാൻ പേര് പറയുന്നില്ല, മുസ്ലിം മതക്കാരല്ല, അവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അതിൽ പ്രതിയായിരുന്നു. അന്നത്തെ ഒരു ചുരുക്ക് കിടപ്പുണ്ട്. പിന്നെ അതിലൊക്കെ ഉപരി ഇപ്പം മാധ്യമങ്ങൾ ചോദിക്കുന്നൊരു കാര്യമുണ്ടേ, അതായത് സമാധിയോ, പുള്ളി എങ്ങനെ സ്വാമിയാവും, വെറും ചുമട്ട് തൊഴിലാളിയായിരുന്നു. എടാ, ചുമട്ട് തൊഴിലാളിക്ക് സന്യാസിയായി കൂടെ? വാൽമീകി ആരായിരുന്നു? രത്നാകരൻ ആരായിരുന്നു? വഴിയെ പോകുന്ന ആളുകളെ പിടിച്ചു പറിച്ച് അവരെ കൊന്നിട്ട് സ്വത്ത് തട്ടിയെടുക്കുന്ന കള്ളനായിരുന്നു രത്നാകരൻ എന്ന് പുരാണത്തിൽ പറയുന്നു. അദ്ദേഹമാണ് വാൽമീകി ആയതെന്ന്. അപ്പം ഈ സന്യാസം സ്വീകരിക്കാൻ ചുമട്ട് തൊഴിലാളിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നതുകൊണ്ട് സന്യാസം ഒരു വരേണ്യ വർഗത്തിനുള്ളതൊന്നുമല്ല, ആർക്കും സന്യാസിയാവാം അല്ലേ? രാജാക്കന്മാർ സന്യാസിയായിട്ടുണ്ട്. വിശ്വാമിത്രനാരാണ്? രാജർഷിയാണ്. രാജാവ് മഹർഷിയായതാണ്. ശ്രീബുദ്ധനാരാണ്? രാജാവ് സന്യാസിയായതാണ്. അപ്പോൾ ഈ രാജാവിനും ആകാം, ചുമട്ട് തൊഴിലാളിക്കും ആകാം. അപ്പം ഏതെങ്കിലും തരത്തിൽ ഈ ഗോപൻ എന്ന് പറയുന്ന ഒരു സ്വാമിയായി അദ്ദേഹത്തിൻ്റെ ആത്മീയ പരിവേഷമുണ്ടായാൽ അത് കേസിലെ പണ്ട് പ്രതിയായിരുന്നു. ചട്ടമ്പി സ്വാമികൾ ഒന്നാമതരം ചട്ടമ്പിയായിരുന്നു, ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് അടി കൊടുക്കരുത്. അങ്ങനെയുള്ള ആളാണ് ചട്ടമ്പി സ്വാമികളായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സന്യാസം ആത്മീയ പാതയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് എങ്ങനെ ഗോപൻ ഒരു സ്വാമിയായി മാറുന്നു, അവിടെ അതൊരു തീർത്ഥാടന കേന്ദ്രമൊക്കെ ആയി മാറിയാൽ അത് വല്ലാത്ത മോശമാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ. അതിനകത്ത് ജാതിയുണ്ട്, മതമുണ്ട്, സാമ്പത്തികമുണ്ട്, എല്ലാം ചേർന്ന് കളിച്ചൊരു കളിയാണ്. ഇതിനെ എക്സ്കലേറ്റ് ചെയ്യാൻ, ആളിക്കത്താൻ ഇവിടുത്തെ ഹിന്ദു വിരുദ്ധ മാധ്യമങ്ങൾ നന്നായിട്ട് കളിച്ചു. അതുകൊണ്ടാണ് ആറാലമ്മൂട്ടുകാരനെ ബാലരാമപുരം ഗോപനാക്കാതെ നെയ്യാറ്റിൻകര ഗോപനാക്കിയത്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഈ VSDP അല്ലേ, VSDP എന്ന് പറയുന്ന നാടാർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടന, അവർ നല്ല വിശ്വാസികളായ സനാതനികളാണ്. അവർക്ക് ഒരു പുതിയൊരു ആചാര്യനുണ്ടായിട്ട് വേണ്ട ആ സമുദായത്തിനും ആ സംഘടനയ്ക്കും ആ മതത്തിൽ ആ വിശ്വാസധാരയിലുള്ള ആളുകൾക്കും നിലനിൽക്കാൻ. അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ആത്മീയ പാത സ്വീകരിച്ചപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പുരോഗമന കേരളം എന്ന് പറയുന്ന കേരളം ഒളിഞ്ഞിരിക്കുന്ന ചില വർഗീയവാദികൾ, നമ്മൾ പരസ്യമായി ചില വർഗീയവാദികളെ കാണുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്ന ചില വർഗീയവാദികളും ഇവിടുത്തെ മാധ്യമ ഗുണ്ടകളും നടത്തിയ ഒരു തെമ്മാടിത്തരമാണ് ഈ സമാധിയെ ഇത്രയും വലിയ വിവാദമാക്കിയത്.